നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനുവേണ്ടി ഞാനിവിടെ കുറെ കയറി ഇറങ്ങി. ഹെഡ് ഓഫീസിലും കംപ്ലൈന്റ് കൊടുത്തു. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശ് സാറിനോട് സംസാരിച്ചപ്പോ ഞാൻ പണിത റോഡും കലുങ്കുമെല്ലാം പെട്ടെന്ന് പൊളിയുന്നു, അതുകൊണ്ട് അന്വേഷണം ഉണ്ടാവും, അത് കഴിഞ്ഞ് മതി ബില്ലിന്റെ കാര്യം തീരുമാനിക്കുമെന്ന കുറച്ചുനാൾ മുമ്പ് പറഞ്ഞത്. മാഡം, ഞാൻ വളരെ ജെന്യൂനായിട്ടാണ് പണികളെല്ലാം നടത്തിയിട്ടുള്ളത്. എന്റെ ബില്ലിന്റെ കാര്യത്തിൽ മാഡം ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശ് അങ്ങനെ പറഞ്ഞു മാഡം. ഓക്കെ, ഞാൻ നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞേ? മോഹൻദാസ്, പുന്നക്കാപ്പറമ്പിൽ മോഹൻദാസ്. ആ, ഓക്കെ മിസ്റ്റർ മോഹൻദാസ്, നിങ്ങളുടെ ബില്ലുകൾ പാസ്സാക്കാനുള്ള ഫയലിൽ ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്യാം. പകരം ഞാൻ പറയുന്ന കോൺട്രാക്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ചെയ്യാം മാഡം, എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ മാഡം. ശരിയാക്കി തരാം. മുളക് കൂടി പൈപ്പിലെ വെള്ളമൊക്കെ മതി. ഒന്നിത് മഞ്ഞപ്പൊടി വെള്ളം വയ്ക്കാം. മുളക് വെള്ളവും മഞ്ഞൾ വെള്ളം കൂട്ടി കഴിക്കട്ടെ അവൻ. അനിയാ, നീ ഇന്ന് മുളക് വെള്ളം കുടിച്ച് വിശപ്പ് മാറ്റ്. ഞാൻ ഇറങ്ങി നക്കുചേട്ടനെ വിളിച്ച് പറയാം. ചാരു കുഞ്ഞളിയന് ഫുഡും കൊണ്ട് പോവുകയാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കട്ടെ. എൻ്റെ വ്രതം കാരണം ഇന്ന് നോൺ വെജ് ഉണ്ടാവില്ല. നല്ല കളർഫുൾ ആണല്ലോ.
എന്ത് കറിയാ ഇത്? എന്താ ഇത്? മുളക് വെള്ളം. ഇതെന്താ അത്? മഞ്ഞപ്പൊടിയോ? മഞ്ഞപ്പൊടി വെള്ളം. ചാരു കുഞ്ഞളിയനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ? ഹേ, ചോറും മുളക് വെള്ളവും മഞ്ഞപ്പൊടി വെള്ളവും. രമേശ് ചേട്ടാ ആ. എന്തേ കാണിക്കുന്നത്? ആ ചാരു, കുഞ്ഞളിയന് പണി കൊടുക്കാനാണോ മുളക് വെള്ളവും മഞ്ഞപ്പൊടി വെള്ളവും ഒക്കെ ചോറിന്റെ കൂടെ കലക്കി വെച്ചിരിക്കുന്നത്? മുളക് നോക്കി കണ്ടോ? അയ്യോ രമേശ് ചേട്ടാ, കാരിയർ മാറിപ്പോയി. ഞാൻ പോയി മാറ്റിയെടുക്കട്ടെ. ആ ദാ. ആ വെച്ചോ. അതോടെ വെച്ചോ. ഞാൻ പോയി മാറ്റിയിട്ട് വരാം. കാരിയർ മാറിപ്പോയാലും മുളക് വെള്ളവും മഞ്ഞപ്പൊടി വെള്ളവും എന്തിനായിരിക്കും? ഒന്ന് നോക്കിട്ട് വരാം. അച്ചൂടി, ചാരുവിനൊരു അബദ്ധം പറ്റി. എന്തബദ്ധം? ടിഫിൻ കാരിയറിൽ ചോറിന്റെ കൂടെ മുളക് വെള്ളവും മഞ്ഞപ്പൊടി വെള്ളവും വെച്ച് കുഞ്ഞളിയൻ ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ പോയതാ. ഭാഗ്യത്തിന് ഞാനത് കണ്ടു. ചാരുവിനെ ടിഫിൻ കാരിയർ മാറിപ്പോയതാ. എന്താ ചാരു, രമേശ് ചേട്ടൻ എന്തായി പറയുന്നേ? അത് ആശ ചേച്ചി, കാരിയർ മാറിപ്പോയതാ. രമേശ് ചേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതും കൊണ്ട് അക്കുച്ചേട്ടൻ്റെ ഓഫീസിൽ പോയേനെ. അച്ചുകുട്ടി, ഞാൻ മണത്ത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലേ കുഞ്ഞളിയന്റെ അവസ്ഥ എന്തായിരുന്നു? അയ്യോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. മണത്ത് കണ്ടുപിടിക്കാൻ മിടുക്കനാണല്ലോ രമേശ് ചേട്ടൻ. വല്യുളിയനെന്താ ഇങ്ങനെ നോക്കുന്നത്?